ഈ വി മുരളീധരൻ രാത്രിയാകുമ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് രാത്രി സംസാരിച്ച് ഒത്തുതീർപ്പിൻ്റെ ഇടനിലക്കാരനാണ്. കേന്ദ്രത്തിലെ സംഘപരിവാർ നേതൃത്വവും കേരളത്തിലെ CPM നേതൃത്വവും തമ്മിലുള്ള ഒത്തുതീർപ്പിലെ ഇടനിലക്കാരനാണ്. അവർ രാവിലെ വന്ന് ഈ സമരം ഞങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റാണ്, ഞങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയല്ലേ കേരളത്തിൽ. ഞങ്ങൾ ഈ സമരത്തിൽ പോകാതെ ഈ സർക്കാരിൻ്റെ തനിനിറം ഞങ്ങൾ തുറന്നു കാട്ടുകയല്ലേ. അപ്പോൾ ഇവരല്ലേ സന്ധി ചെയ്യുന്നത്. എല്ലാ കേസും മുരളീധരനാണ് ഒത്തുതീർപ്പുണ്ടാക്കുന്നത്. ഈ സർക്കാരിനെതിരായി പിണറായി വിജയനെതിരായി ഏത് കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാലും അതെല്ലാം ഒത്തുതീർപ്പിലെത്തിക്കും. പകരം മുരളീധരൻ്റെ വലങ്കൈയായ സുരേന്ദ്രനെ ഈ സർക്കാർ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതായത് കള്ളപ്പണം കുഴൽപ്പണം കൊണ്ടുവന്ന കേസിൽ നിന്ന് സുരേന്ദ്രനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ അതിലിടനിലക്കാരൻ ഈ മുരളീധരനല്ലായിരുന്നോ? മുരളീധരൻ പകലൊന്നും രാത്രി വേറൊന്നും പറയുന്ന ആളാണ്. ഞങ്ങൾക്ക് ഒറ്റ അഭിപ്രായമുള്ളൂ. ഈ SFIയുടെ അന്വേഷണം ഇപ്പോൾ KSIDC വരെ എത്തിയിരിക്കുന്നു. എക്സാലോജിക്ക വീണ വിജയനെ ചോദ്യം ചെയ്യലിലേക്ക് എത്തുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുകയാണ്. അവരിലേക്ക് പോകണ്ടേ അന്വേഷണം? അവരെക്കുറിച്ചല്ല അന്വേഷിക്കുന്നത്. പിന്നെ അവരെ തെളിവെടുക്കാതെ പോകാൻ പറ്റുമോ? ഇപ്പോൾ ലൈഫ് മിഷൻ കോഴ കേസ് അന്വേഷിച്ചു കേന്ദ്ര ഏജൻസി. മുഖ്യമന്ത്രിയായിരുന്ന ലൈഫ് മിഷൻ്റെ ചെയർമാൻ ഒരു മൊഴി പോലും മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് എടുത്തില്ലല്ലോ. ഈ മുരളീധരൻ അതിനെക്കുറിച്ച് വല്ലതും പറയാനുണ്ടോ? ഒരു കേന്ദ്ര ഏജൻസി ലൈഫ് മിഷൻ്റെ ചെയർമാൻ കോഴ നടന്ന സംഭവമാണ്. അതിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയായിരുന്നു. ആ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഒരു മൊഴി, ചോദ്യം ചെയ്യൊന്നും വേണ്ട, മുഖ്യമന്ത്രിയുടെ നിന്ന് ഒരു മൊഴി എടുത്തില്ലല്ലോ കേന്ദ്ര ഏജൻസി. എന്നിട്ടാണ് ഈ മുരളീധരൻ വർത്തമാനം പറയണത്. ഇത് എക്സാലോജി കമ്പനിക്കും CMRLനും KSIDCക്കും എതിരായിട്ടുള്ള അന്വേഷണമാണ്. അപ്പോൾ എക്സാലോജി കമ്പനിയുടെ ആളുകളുമായി പിന്നെ മുഖ്യമന്ത്രിക്കെതിരെ കൂടി അന്വേഷണം വേണ്ടേ? കാരണം ആ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിങ്ങിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളുമായിട്ടുള്ള ബന്ധമാണ് ഈ പണം കൊടുക്കാൻ കാരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ ഉന്നത സ്ഥാനത്തിരിക്കുന്നു? മുഖ്യമന്ത്രിയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയും കൂടി കേസിൽ പ്രതിയാവണം ശരിയായി അന്വേഷിച്ചാൽ. ഞങ്ങൾ നോക്കുകയാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തി 8 മാസത്തേക്കാണ് അന്വേഷണം. 8 മാസം എന്താ കാര്യം? 8 മാസത്തേക്കാണ് അന്വേഷണത്തിൻ്റെ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത്. അത് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല. 8 മാസം എന്തിനാണ് SFIO അന്വേഷിക്കുന്നത്? 8 മാസം അന്വേഷിക്കേണ്ട കേസാണിത്. ഏതെങ്കിലും ഇതുപോലത്തെ ഒരു കേസ് 8 മാസം അന്വേഷിക്കേണ്ട എന്ത് വിഷയമാണ് ഇതിൻ്റെ അകത്ത് ഉള്ളതെന്ന് എനിക്കിതുവരെ മനസ്സിലായി. അല്ല, ഒത്തുതീർപ്പിൻ്റെ ഇടനിലക്കാർ ഇപ്പം തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. എല്ലാ കേസും ഒത്തുതീർപ്പിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ കരുവന്നൂർ കേസ് ഒത്തുതീർപ്പിലേക്ക് പോകുമെന്ന് നിങ്ങളോട് ഞാനല്ലേ പറഞ്ഞത്. ഇപ്പോൾ എവിടെ അന്വേഷണം? അതിങ്ങനെ എഴഞ്ഞ് നീങ്ങുകയാണ്. മനസ്സിലായില്ലേ? അവസാനം തൃശ്ശൂർ പാർലമെൻറ്റ് സീറ്റിൽ CPMഉം BJPയും തമ്മിലുള്ള ഒത്തുതീർപ്പിൽ അവസാനിക്കും കരുവന്നൂർ ED അന്വേഷണം. നോക്കിക്കോ നിങ്ങൾ. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഒരു കൂട്ടുകെട്ട് കോൺഗ്രസിനെ വലിയ തോതിൽ നെഗറ്റീവായി ബാധിക്കും എന്ന് കരുതുന്നുണ്ടോ? ഞങ്ങളെ ബാധിക്കില്ല. ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ഇവർ ഒരുമിച്ചാണ് മത്സരിക്കുന്നതെന്ന് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും. കേരളം മതേതര മനസ്സുള്ളതാണ്. ഈ സംസ്ഥാനം ശക്തിയായി പ്രതികരിക്കുകയും ചെയ്യും. ഇവർ തമ്മിൽ ഒത്തുതീർപ്പ്. തൃശ്ശൂർ മാത്രമാണോ ആ ഒരു വേവലാതി ഉള്ളത്? അല്ലല്ല, ഇവർ പല സ്ഥലത്തും ഉണ്ടാവും. ഞങ്ങളതെല്ലാം സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടേതായ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഉജ്ജ്വലമായ വിജയം കേരളത്തിലെ UDFന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടാവും. ഈ നേരത്തെ പറഞ്ഞത് കരുവന്നൂർ അടക്കം നേരത്തെയുള്ള പ്രശ്നങ്ങളടക്കം ലൈഫ് മിഷൻ അടക്കം വന്നു, മുഖ്യമന്ത്രിയിലേക്ക് എത്തുമ്പോഴേക്കും തിരികെ പോകുന്നു. ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളാണ് പ്രതിസ്ഥാനത്തെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി. അവിടേക്ക് അന്വേഷണം എത്തുമെന്ന് കരുതുന്നുണ്ടോ? നമുക്ക് കാത്തിരുന്ന് കാണാം.